ബസൂക്കയുടെയും തുടരും ചിത്രത്തിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏപ്രിൽ 25 തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ മൂവിയാണല്ലോ തുടരും. ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുന്നു. 2 ദിവസങ്ങളായിട്ട് റൂമേഴ്സ് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ചിത്രം ഏപ്രിൽ 25 തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് അക്കാര്യം ലാലേട്ടൻ ഒഫീഷ്യലായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് MG ശ്രീകുമാർ പാടിയ ഒരു പ്രൊമോ സോങ് ഉടൻ തന്നെ റിലീസ് ചെയ്യും. അതിന്റെ ഷൂട്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നടക്കുകയാണ്. നരനിലെ വേൽമുരുക ലെവലിലുള്ള ഒരു എനർജറ്റിക് സോങ് ആണ് ആരാധകർക്ക് വേണ്ടിയിട്ട് തരുൺ മൂർത്തി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിഷു ദിനത്തിൽ സോങ് റിലീസ് ചെയ്യാനാണ് പ്ലാന്. ഇതിന്റെ മുന്നേ തന്നെ MG അണ്ണൻ പാടിയ കൺമണി പൂവ് എന്ന് പറയുന്ന പാട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ പാട്ടായിരുന്നു. സിനിമയുടെ ട്രെയിലറിന് നല്ലൊരു വരവേൽപ്പായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും നാം കാണുന്നു. ഏപ്രിൽ 10 തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക. ഇതാ മിനിറ്റുകൾക്കുള്ളിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ 12 മണിക്ക് ആരംഭിക്കുന്നതാണ്. 9 മണിക്കാണ് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബസൂക്ക മാത്രം കളിക്കുന്ന സ്ക്രീനിലെല്ലാം ഒരു ദിവസം 6ഓളം ഷോകൾ കളിപ്പിക്കാനാണ് തിയേറ്റർ ഉടമകളുടെ പ്ലാൻ. ആദ്യ മണിക്കൂറുകളിലെ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തേർഡ് ഷോയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കുക. തിയേറ്ററിലെല്ലാം വൻ ക്ലാഷ് നടക്കുന്നതിനാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ മാക്സിമം ഷോ ടൈം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തിയേറ്റർക്കാർ ഷോകളുടെ എണ്ണം കൂട്ടിക്കളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. കേരളത്തിൽ മാത്രം 350ഓളം സ്ക്രീനിൽ റിലീസ് ചെയ്യും എന്നുള്ള അപ്ഡേറ്റ് ആണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു 350 സ്ക്രീനിലും ബസൂക്ക എന്ന് പറയുന്ന മൂവി മാത്രമായിരിക്കില്ല. 1-2 ഷോകളൊക്കെ മറ്റുള്ള മൂവീസും ചില തിയേറ്ററുകളിൽ ചില സ്ക്രീനിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ രാഗം തിയേറ്ററുകാർ ഇന്നലെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ 3 ഷോ ആണ് ബസൂക്ക എന്ന് പറയുന്ന മൂവി ആദ്യ ദിവസങ്ങളിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് കളമൊരുങ്ങിയത്. നിമിഷ നേരം കൊണ്ട് രാഗം തിയേറ്റേഴ്സ് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുന്നതോടുകൂടെ ഓരോ തിയേറ്ററിലും ഓരോ സ്ക്രീനിലും എത്രത്തോളം ഷോയും കാര്യങ്ങളെല്ലാം ബസൂക്ക എന്ന സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാവും. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. ഓക്കെ, ബൈ.